ഹലോ ഗായ്സ്, ഇഷാരി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് കർക്കിടക മാസമായതുകൊണ്ട് നമ്മളിന്ന് കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മരുന്ന് ചെടികൾ വേണം. നമുക്കതൊക്കെ പോയി പറിക്കാം. ഗായ്സ്, അപ്പം ഇപ്പം നല്ല മഴയാണ്. അപ്പം നമ്മുടെ കൂടെ മരുന്ന് ചെടികൾ പറിക്കാൻ നമ്മുടെ പൂച്ചകളും ഉണ്ട്. ഗോൾഡി, സ്നോയി. ഇത് ഗോൾഡി, ഇത് സ്നോയി. ഇതാണ് മുക്കുറ്റി. അപ്പൊ ആദ്യം നമുക്ക് ഇതെടുക്കാം. ഇതാണ് പൂവാങ്കുറുന്തല. അപ്പൊ നമുക്കത് എടുക്കാം. ഇതാണ് പൂവാങ്കുറുന്തല. അപ്പൊ നമുക്ക് ഇതെടുക്കാം. പോരെ. ഇതാണ് പൂവാങ്കുറുന്തല. ശരി, നമുക്ക് കുടകൾ പറിക്കാം. ഇതാണ് കുടക. ഇതാണ് കിഴിയാന്തല്ലി. ഇതാണ് കിഴിയാന്തല്ലി. ഇതാണ് കയ്യോതി. ഇതാണ് കയ്യോതി. ഇതാണ് കറുക. നമ്മള് പോയി മരുന്ന് ചെടികളൊക്കെ പറിച്ചെടുത്തു. ഇനി ഇപ്പം അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താന്ന് നമുക്ക് നോക്കാം. ഉണക്കലരി, തവരരി, ഉലുവ, ചെറുപയർ, ഇത് നമ്മൾ പറിച്ച ചെടികള്, തേങ്ങാപ്പീര, തേങ്ങാപ്പാൽ വീഴാനാണ് ഇത്, ജീരകം, ഉപ്പ്, നെയ്യ്. ഇത് തവരരി, ഉലുവ, ചെറുപയർ, ഇതെല്ലാം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കണം. ഇത് കഴിഞ്ഞിട്ട് അതെല്ലാം നമുക്ക് വേവിച്ചെടുക്കണം. മരുന്ന് ചെടികൾ ഉപ്പും ജീരകവും കൂട്ടി അരച്ചെടുക്കണം. തേങ്ങാപ്പീര സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉണക്കലരി ഇടാം. ഇനി തവരരി ഇടാം. ഇവിടെ പ്രഷർ കുക്കറിൽ വേവി ഇത് നമുക്ക് മരുന്ന് ചെടികൾക്ക് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മരുന്ന് ചെടികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം മിക്സിയിലോട്ട് ഇടുക. ജീരകവും ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ഇടാം, വിരിഞ്ഞിടാം.
നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ചാറ് പിഴിഞ്ഞത് ഒഴിക്കാം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യിടാം. ഇനി നന്നായിട്ട് ഇളക്കാം. നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.